ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 2 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ NDA സർക്കാർ നടപ്പാക്കിയ കടപ്പത്ര പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കി. പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്നും അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിർണായക വിധി. പാർട്ടികൾക്ക് ലഭിച്ച സംഭാവന പരസ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടു നൽകുക എന്ന ലക്ഷ്യത്തോടെ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്നേഹഹസ്തം പദ്ധതിക്ക് തുടക്കമായി. കേരളത്തിലെ 100 ആദിവാസി കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മെഡിക്കൽ ക്യാമ്പുകൾ, ആരോഗ്യ വിദ്യാഭ്യാസം നൽകാനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവും. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് റഷ്യയുടെ ബഹിരാകാശ യാത്രികൻ ഒലേഗ് കൊനോനെങ്കോക്ക് സ്വന്തം. 878 ദിവസത്തിലധികം കൊനോനെങ്കോ ഭ്രമണപഥത്തിൽ ചെലവഴിച്ചു. റഷ്യയുടെ തന്നെ ഗെനഡി ഇവാനോവിച്ച് പദൽക്കയുടെ 2015 878 ദിവസം 11 മണിക്കൂർ 29 മിനിറ്റ് 48 സെക്കൻഡ് എന്ന റെക്കോർഡാണ് ഒലേഗ് മറികടന്നത്. 2024 ജൂണിൽ 1000 ദിവസം എന്ന റെക്കോർഡിൽ ഒലേഗ് എത്തുമെന്നാണ് കരുതുന്നത്. അബുദാബിയിലെ മുറേക്കയിൽ ബോച്ചാൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായണൻ സമസ്തയുടെ കീഴിലുള്ള ക്ഷേത്രം തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം സമർപ്പിച്ചത്. അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കറിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കി 17-ാം ലോക്സഭയുടെ അവസാന സമ്മേളനം പിരിഞ്ഞു. ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതും മുത്തലാഖ് നിരോധനവും വനിതാ സംവരണ ബിൽ പാസാക്കിയതും 17-ാം ലോക്സഭയുടെ കാലയളവിലാണ്. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുമ്പോൾ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആദ്യ 5 അംഗങ്ങളിൽ കൊല്ലം MP NK പ്രേമചന്ദ്രനും ഉൾപ്പെട്ടു. ചലച്ചിത്ര താരം സണ്ണി ഡിയോൾ ഉൾപ്പെടെ 9 പേർ സഭയിൽ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുത്ത് നടത്തിയും വികൃതമാക്കിയാൽ 1 വർഷ തടവും പിഴയും. ബാനർ, ഫ്ലെക്സ് ബോർഡുകൾ, നോട്ടീസുകൾ, പരസ്യങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ച് പൊതു ഇടങ്ങൾ നശിപ്പിക്കുന്നവർക്ക് 6 മാസ തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം തയ്യാറായി. നിയമപരിഷ്കരണ കമ്മീഷനാണ് കരട് ബില്ല് തയ്യാറാക്കിയത്. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കി കോഴിക്കോട് കാപ്പാട് ബീച്ച്. ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള NGO ഫൗണ്ടേഷനായ ഫൗണ്ടേഷൻ ഫോർ എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ ആണ് പുരസ്കാരം നൽകുന്നത്. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെട്ട ജൂറിയാണ് സർട്ടിഫിക്കറ്റിനായി ബീച്ചുകൾ പരിശോധിക്കുക. തീരശുചിത്വം, സഞ്ചാരികളുടെ സുരക്ഷ, ശുദ്ധജലത്തിന്റെ ലഭ്യത എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം നിർണയിക്കുന്നത്. 2020 കാപ്പാട് ബീച്ചിന് ആദ്യമായി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. നൈജീരിയയെ തോൽപ്പിച്ച് ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടം നേടി. ഫൈനലിൽ 2-1 ഐവറി കോസ്റ്റിന്റെ കിരീട നേട്ടം. ഫ്രാങ്കസി, സെബാസ്റ്റ്യൻ ഹാളർ എന്നിവർ ഐവറി കോസ്റ്റിനായി ഗോൾ നേടി. നേരത്തെ 1992, 2015 വർഷങ്ങളിലാണ് ഐവറി കോസ്റ്റ് കിരീടം നേടിയത്. ഏഷ്യൻ ഫുട്ബോളിൽ ഖത്തർ ചാമ്പ്യന്മാരായി. ഫൈനലിൽ ജോർദാനെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അക്രം അഫീഫാണ് ഖത്തറിന്റെ 3 ഗോളുകളും നേടിയത്. ഖത്തറിന്റെ 2ാം ഏഷ്യൻ കപ്പ് വിജയമാണിത്. സൂര്യനിലെ അതിഭീമമായ സൂര്യകളങ്കം ആകാശത്ത് ദൃശ്യമായി.
MR3576 എന്നറിയപ്പെടുന്ന ഈ കളങ്കത്തിന് ഭൂമിയുടെ 15 മടങ്ങ് വലുപ്പമുണ്ട്. സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശത്തേക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗരകളങ്കങ്ങൾ. ഓരോ 11 വർഷം കൂടുമ്പോഴും സൗരകളങ്കങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം. ഭൗമ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ സൗരകളങ്കങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എന്ന ബഹുമതി കോഴിക്കോട്ടെ മാനാഞ്ചിറ സ്ക്വയറിന്. ഒരേ സമയം 500 പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. 35.89 ലക്ഷം രൂപയാണ് ചെലവ്. BSNL ആണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത്. 13 വൈഫൈ ആക്സസ് പോയിന്റുകളാണ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസം ഒരു വ്യക്തിക്ക് പരമാവധി 1 GB വരെ ഉപയോഗിക്കാൻ സാധിക്കും. മാരത്തണിൽ ലോക റെക്കോർഡ് ജേതാവായ കെനിയയുടെ കെൽവിൻ കിപ്റ്റഫ് കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പടിഞ്ഞാറൻ കെന്യയിലെ എൽദോററ്റിന് സമീപമാണ് അപകടമുണ്ടായത്. 2023 ഷിക്കാഗോ മാരത്തൺ 2 മണിക്കൂർ 35 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് കെൽവിൻ ലോക റെക്കോർഡിട്ടത്. ചിത്രകാരനും ശില്പിയുമായ A. രാമചന്ദ്രൻ അന്തരിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ്. ദീർഘകാലമായി ഡൽഹിയിലായിരുന്നു താമസം. താമരക്കുളം, യയ്യാതി തുടങ്ങിയ ചിത്രകലാ പരമ്പരകളും ഗാന്ധി രേഖ ചിത്ര പരമ്പരയും ശ്രദ്ധേയമായ സൃഷ്ടികളാണ്. കേരളത്തിലെ ചുവർ ചിത്രകലയെക്കുറിച്ച് 40 വർഷം ഗവേഷണം നടത്തിയിരുന്നു. 2005 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം അഭിനവ് ബിന്ദ്ര. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരം. ഉത്തരം ഗ്ലെൻ മാക്സ്വെൽ. തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഉത്തരം നുവാൽഫൻ ലാംസാം. അടുത്തിടെ UPI പേയ്മെന്റ് സംവിധാനം ആരംഭിച്ച രാജ്യങ്ങൾ. ഉത്തരം മൗറീഷ്യസ്, ശ്രീലങ്ക. 2024 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ വേദി. ഉത്തരം പെർത്ത്. കസാഖ്സ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം ഓൾഷാസ് ബെക്ടനോവ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി. ഉത്തരം ദുബായ്. ഇതോടെ 2024 മാർച്ച് 2 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.